രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങി. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിയിലാണ് രാഷ്ട്രപതിയുടെ റഫറൻസ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്തി, ഫെഡറൽ സംവിധാനവുമൊക്കെയായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഉറ്റുനോക്കുന്ന, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു നിയമ നടപടി തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ പുരോഗതി? ഇപ്പോൾ തമിഴ്നാടും കേരളത്തിന്റെയും പ്രാഥമിക വാദമാണ് ഇന്നെടുക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ പ്രാഥമിക വാദം പൂർത്തിയായിട്ടുണ്ട്. അതിൽ പ്രധാനമായും കേരളം പറഞ്ഞത് ഒരു സമയപരിധി, ബില്ലുകൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഒരു സമയപരിധി വേണം എന്നുള്ളൊരു തീരുമാനമാണ് കേരളത്തിന്റെ നിലപാട്. അതിന് ഒരു പരിധി നിശ്ചയിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. മാത്രമല്ല, ഇതിൽ വാദം തമിഴ്നാടിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വിയാണ് ഹാജരായത്. കെ വേണുഗോപാൽ കാണിച്ചത് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഇതിലൊരു റിവ്യൂവിന് പോലും പോകാതെ നേരിട്ട് റഫറൻസിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ 143 അനുച്ഛേദത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ ഒരു റഫറൻസിന് പോകുന്ന നടപടി ശരിയല്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. വാദം തുടരുകയാണ്. തമിഴ്നാടിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി വാദിക്കുന്നു. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.